നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ സീറ്റൊന്നും കിട്ടാതെ ഔട്ടായ മുൻ മേയർ ആര്യ രാജേന്ദ്രനെ ഇപ്പോൾ പാർട്ടി പരിപാടികളിലും വലുതായിട്ടൊന്നും കാണാനില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആര്യ രാജേന്ദ്രനെ മേയറാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ MLA സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി മന്ത്രിയൊക്കെ ആക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാനിംഗ് ആയിരുന്നു CPM നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ആര്യ രാജേന്ദ്രൻ കാണിച്ച ഒരു വൃത്തികെട്ട പരിപാടി, അതായത് ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ ഒരു പരിപാടി. പാവം ഒരു ദിവസ വേതനത്തിൽ ജോലി ചെയ്യുന്ന KSRTC ഡ്രൈവറായ യദുവിനോട് ആര്യ രാജേന്ദ്രൻ കാണിച്ച മോശമായ പരാമർശം അല്ലെങ്കിൽ മോശ സ്വഭാവം, അത് കാരണം തിരുവനന്തപുരത്തെ ജനങ്ങൾ തന്നെ CPMനെ തിരുവനന്തപുരം നഗരസഭയിൽ നിന്നും അടിച്ചോട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. വർഷങ്ങളോളമായി CPMന്റെ തട്ടകമായി മാറിയിരുന്ന തിരുവനന്തപുരം നഗരസഭ അതോടെ BJPയുടെ കൈവെള്ളയിലേക്ക് എത്തിയപ്പോൾ ആര്യ രാജേന്ദ്രനെ കണ്ടാൽ തന്നെ സഖാക്കന്മാർക്കും കമ്മികൾക്കും ഇപ്പോൾ കണ്ടകശരിയാണ്. ആര്യ രാജേന്ദ്രൻ CPMന്റെ ഒരു അംഗമല്ലേ എന്ന് ചോദിച്ചാൽ ഏത് ആര്യ രാജേന്ദ്രൻ, എവിടത്തെ ആര്യ രാജേന്ദ്രൻ എന്നാണ് തിരിച്ച് CPMലെ നേതാക്കൾ ചോദിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ CPMലെ അംഗത്വമൊന്നുമില്ല, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ CPMലെ ഒരു അംഗവുമല്ല എന്നൊക്കെയാണ് സഖാക്കന്മാര് പറയുന്നത്. അതിന്റെ ഒരു തെളിവാണ് ഇന്നലെ പൂജപ്പുര മൈതാനത്ത് ഒരു പ്രചാരണ പരിപാടി നടന്നപ്പോൾ ആര്യ രാജേന്ദ്രന് സ്റ്റേജിൽ പോലും ഒരു മുൻ മേയർ എന്ന നിലയിൽ ഒരു ഇരിപ്പിടം നൽകുകയോ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിന്റെ ഫ്രണ്ടിലെങ്കിലും ഒരു ഇരിപ്പിടം പാർട്ടി ഒന്നും കൊടുക്കാതെ സാധാരണ ഒരു വ്യക്തിയെ പോലെ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടി കൈക്കുഞ്ഞുമായി ആര്യ രാജേന്ദ്രൻ നിന്നത്. കാരണം അത്രയേറെ ആര്യ രാജേന്ദ്രനെ കണ്ടാൽ ശകുനമാണ് എന്ന് CPMന് തന്നെ മനസ്സിലായിരിക്കുന്നു. കാരണം ആര്യ രാജേന്ദ്രൻ ഒറ്റ ഒരാൾ കാരണമാണ് പാർട്ടിയെ തന്നെ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ പാർട്ടിക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ട് ഇനി ആര്യ രാജേന്ദ്രനെയും തലയിലേറ്റിക്കൊണ്ട് നടന്നാൽ അത് ഏറ്റവും വലിയ ഒരു തലവേദനയായി പാർട്ടിക്ക് മാറും, അല്ലെങ്കിൽ CPMന് മാറുമെന്ന് മനസ്സിലായതോടു കൂടിയാണ് പതുക്കെ തന്നെ ആര്യ രാജേന്ദ്രനെ കൈവിട്ട് ഒരു പദവിയും കൊടുക്കാതെ ആര്യ രാജേന്ദ്രൻ സ്വയം പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം എന്ന് ഒരു ഗൂഢാലോചന പാർട്ടിയിലെ നേതാക്കൾ എടുക്കുന്നത്. നിലവിൽ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിദേവ് MLA ബാലുശ്ശേരി MLA ആണ്. അവിടെ ചെന്ന് ഒരു പ്രചാരണമൊക്കെ നടത്താം എന്ന് കരുതി അങ്ങനെ തീവണ്ടി കയറി ബാലുശ്ശേരിയിൽ എത്തിയപ്പോഴും, അത് കോഴിക്കോട് ബാലുശ്ശേരിയിൽ എത്തിയപ്പോഴും അവിടെയും സഖാക്കന്മാരൊന്നും ആര്യ രാജേന്ദ്രനെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. 7 അയലത്തേക്ക് ആര്യ രാജേന്ദ്രനെ അടുപ്പിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മൊത്തത്തിൽ ഒരു CPM ആണ്, അല്ലെങ്കിൽ CPM അംഗത്വമാണ്, ഞാനൊരു സഖാത്തിയാണ്, അല്ലെങ്കിൽ മുൻ തിരുവനന്തപുരം മേയറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വില പോലും ഇപ്പോൾ പാർട്ടിയിലുള്ളവർ പോലും ഇപ്പോൾ നൽകുന്നില്ല എന്നൊരു വിഷമത്തിലാണ് ആര്യ രാജേന്ദ്രൻ. അങ്ങനെ വരും ദിവസങ്ങളിൽ പാർട്ടി വിടാനുള്ള ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ആര്യ രാജേന്ദ്രൻ പാർട്ടി വിടാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കും കാര്യങ്ങൾ എത്തും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അപമാനം സഹിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ തുടരേണ്ട കാര്യം ഇല്ല എന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം.